നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. യൂറോപ്പിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള വളരെ മികച്ച രാജ്യങ്ങളിലൊന്നാണ് സ്വീഡൻ എന്നുള്ളത്. ഒരു PR ഫ്രണ്ട്ലിയാണ് ഈ രാജ്യം എന്ന് പൊതുവേ പറയാറുണ്ട്. എന്നുമാത്രവുമല്ല, ഹാപ്പിയസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡിൽ പെടുന്ന ഒരു രാജ്യമാണ് സ്വീഡൻ എന്നുള്ളത്. ബാക്ക്ലോഗ്സ് ഉള്ളവർക്കും അതല്ലെങ്കിൽ കരിയറിൽ ഗ്യാപ്പ് ഉള്ളവർക്കും അല്ലെങ്കിൽ മാർക്സ് കുറവുള്ളവർക്കും ഒക്കെ പഠിക്കുവാൻ പറ്റുന്ന ഒരു രാജ്യമായിട്ട് സ്വീഡനെ പലരും കാണാറുണ്ട്. അപ്പോൾ സ്വീഡനിൽ പഠിക്കുവാനുള്ള അവസരങ്ങൾ, സിലിക്കൺ വാലി ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന ഈ സ്വീഡനിൽ പഠിക്കുവാനുള്ള അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത്. കാര്യങ്ങൾ നമുക്കൊരു എക്സ്പേർട്ടുമായിട്ട് സംവദിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അപ്പം സ്വീഡൻ എന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇപ്പം കുറേയധികം കുട്ടികൾ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു രാജ്യമായിട്ട് സ്വീഡൻ മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വീഡനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ മേഖലയിൽ ഒരു എക്സ്പേർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ഈ മേഖലയിൽ ഒരു പ്രമുഖ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസി സ്ഥാപനമായ GB എഡ്യൂക്കേഷൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള ശ്രീദേവി B നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ശ്രീദേവി, വെൽക്കം ടു കരിയർ പാത്വേ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് എന്തുകൊണ്ടാണ് സ്വീഡൻ ഇപ്പോൾ ഒരു അട്രാക്ഷനായി മാറിയേക്കുന്നത്? സ്വീഡൻ്റെ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഒക്കെ ഒന്ന് സൂചിപ്പിക്കാനായിട്ടുണ്ടോ? സ്വീഡന്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സ്വീഡൻ ഒരു PR ഫ്രണ്ട്ലി കൺട്രിയാണ്. അതേപോലെ തന്നെ ഷെങ്കൻ കൺട്രി കൂടിയാണ്. അത് അവിടെ തന്നെ ഒന്ന് ക്ലാരിഫൈ ചെയ്യണം. PR ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒരു പെർമനന്റ് റെസിഡൻസിലേക്ക് എത്താൻ ചാൻസ് കൂടുതലുണ്ടോ? എന്താണെന്നൊന്ന് സൂചിപ്പിക്കും. അതായത് നമുക്ക് ഏകദേശം ഒരു പഠനശേഷം നമുക്ക് ഏകദേശം ഒരു 1 year സ്റ്റേ ബാക്ക് ആണ് നമുക്ക് സ്വീഡനിൽ കിട്ടുന്നത്. അപ്പോൾ ഒരു 4 വർഷം കൊണ്ട് തന്നെ നമുക്ക് PR-ലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. സ്വീഡനിൽ പഠിക്കുന്ന വളരെ ഏർലി ആയിട്ട് PR-ലേക്ക് എത്താനുള്ള ഒരു അവസരമുള്ള ഒരു രാജ്യമാണ്. ഓക്കെ, അതേപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് സ്വീഡൻ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ നമുക്ക് പഠിക്കാൻ പോകുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് സ്പൗസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്പൗസിനെയും അക്കമ്പനി ചെയ്യാം. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെയും അക്കമ്പനി ചെയ്യാം. അപ്പൊ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 16 വയസ്സ് വരെയും സ്വീഡൻ ഗവൺമെന്റ് ഒരു ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് 16 വയസ്സ് വരെ നമുക്കൊരു അങ്ങനെ പല അഡ്വാൻറ്റേജസ് ഉള്ള ഒരു രാജ്യമാണ് അല്ലേ? അപ്പോൾ എന്ത് ഫീസ് വരുമായിരിക്കും സ്വീഡനിൽ പഠിക്കാൻ? ഏകദേശം നമുക്കൊരു പെർ ഇയർ ഫീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 10-11 ലക്ഷം രൂപയൊക്കെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു വർഷത്തെ ഫീസ് ഇത്രയാണെന്നുണ്ടെങ്കിലും ഒരു വർഷത്തെ ഫീസ് നമുക്ക് മുഴുവനായിട്ട് അടക്കേണ്ടി വരുന്നില്ല. നമുക്കൊരു സെമസ്റ്ററിന്റെ ഫീസ് ഒക്കെ അടച്ചിട്ട് നമുക്ക് കയറി പോവാൻ പറ്റും. അപ്പം ഒരു 2 year PG പ്രോഗ്രാം ആണെങ്കിൽ ഒരു മാക്സിമം ഒരു 20-22 ലാഖിൽ പഠിക്കാനായിട്ട് പറ്റും. 2 വർഷത്തെ പ്രോഗ്രാമും അവൈലബിൾ ആണ്. അതേപോലെ നമുക്ക് ഒരു വർഷത്തെ പ്രോഗ്രാമും നമുക്ക് അങ്ങനെയൊക്കെയുള്ളതാണ്. ഒരു 10-11 ലക്ഷം രൂപയ്ക്ക് തന്നെ പഠിക്കാനായിട്ട്. ഓക്കെ, അവിടെ കൂടുതൽ എന്തൊക്കെ കോഴ്സുകളാണ് ലഭ്യമായിരിക്കുന്നത്? ഏതൊക്കെ ഏരിയയിലാണ്? അതൊന്ന് സൂചിപ്പിക്കാം. കൂടുതലും എഞ്ചിനീയറിംഗ് കോഴ്സുകളാണ് നമുക്ക് സ്വീഡനിൽ വരുന്നത്. അതിൽ കൂടുതലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, അതേപോലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ വരുന്നുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ നമുക്ക് കുറച്ച് മാനേജ്മെന്റ് കോഴ്സസും നമുക്ക് സ്വീഡനിൽ. എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ +2 കഴിഞ്ഞു പോകുന്ന ഒരു ബാച്ചിലേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് കൂടുതലും സ്വീഡൻ കുട്ടികൾ പ്രിഫർ ചെയ്യുന്നത്. ഇവിടുന്ന് ഡിഗ്രി കഴിഞ്ഞ് മാസ്റ്റേഴ്സിന് പോകുന്നവരാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ ഇവിടെ ഒരു 4 year എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് അല്ലെ, MSO MSc ഒക്കെ പഠിക്കാനായിട്ട് കൂടുതലും 4 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞവർക്കാണ് സ്വീഡനിൽ കൂടുതലും ഒരു എൻട്രി കിട്ടുന്നത്. ഇപ്പൊ 4 വർഷത്തെ ഡിഗ്രി ഇല്ല എന്നുണ്ടെങ്കിൽ 3+2 ഓപ്ഷൻ, അതായത് 3 വർഷത്തെ ഡിഗ്രിയും കൂടാതെ 2 വർഷത്തെ PG ഉണ്ടെങ്കിലും നമുക്ക്. അപ്പൊ PG കഴിഞ്ഞവർക്ക് ഒരു ഹയർ എഡ്യൂക്കേഷൻ എന്ന നിലയിൽ കാണാം. അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് 4 years കഴിഞ്ഞവർക്കുള്ള ഒരു ഓപ്ഷനുമാണ് കാണാൻ പറ്റും. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയായിരിക്കും? എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമുക്ക് ഡിഗ്രിക്ക് ഒരു 55% മാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്ക്ലോഗ്സ്, ഇപ്പൊ കൂടുതലും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ബാക്ക്ലോഗ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ബാക്ക്ലോഗ്സ് ഒരു ബാരിയർ അല്ല. പിന്നെ അതേപോലെ എന്താ പറയുക, ഇയർ ഗ്യാപ്പ് അതും നമുക്ക് സ്വീഡനിൽ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല. ഇയർ ഗ്യാപ്പ് പ്രശ്നമല്ല, ഏജ് ലിമിറ്റ് പ്രശ്നമല്ല. പിന്നെ IELTS വിത്ത് ഓർ വിത്തൗട്ട് ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. IELTS ഇല്ലാതെയും നമുക്ക് സ്വീഡനിൽ പോയി പഠിക്കാം. അപ്പോൾ അതൊരു വലിയ അട്രാക്ഷൻ ആണ് സ്വീഡനെ സംബന്ധിച്ചോളം. IELTS ഇല്ലാതെ പഠിക്കുവാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്ന് മാത്രമല്ല, ബാക്ക്ലോഗ്സ് ഉള്ളവർക്ക് അതല്ലെങ്കിൽ കരിയർ ഗ്യാപ്പ് ഉള്ളവർക്ക് ഏജ് ലിമിറ്റ് ഇല്ലാതെയൊക്കെ പഠിക്കുവാനുള്ള ഒരു നല്ല അവസരം, അതും വലിയ ഫീസ് ഇല്ലാതെ പഠിക്കുവാനുള്ള ഒരു നല്ല അവസരമാണ് ഈ സ്വീഡൻ എന്നുള്ളത്. സ്വീഡന് ഒരു ഷെങ്കൻ രാജ്യമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഷെങ്കൻ 10-28 രാജ്യങ്ങളിലേക്ക്
ഒരു എൻട്രി കിട്ടുകയും ചെയ്യും. പിന്നെ അതേപോലെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ PR-ലേക്ക് പോകുമ്പോൾ ഇപ്പൊ പല കൺട്രീസിലും അവരുടെ ലോക്കൽ ലാംഗ്വേജ് ക്ലിയർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ B2 ലെവൽ അങ്ങനെയൊക്കെ ക്ലിയർ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ നമുക്ക് സ്വീഡൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല. അവരുടെ ലോക്കൽ ലാംഗ്വേജ് ക്ലിയർ ചെയ്യേണ്ട ഒരു ഇത് വരുന്നില്ല. അപ്പം പല ഫാക്ടേഴ്സ് കൊണ്ടും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് സ്വീഡൻ മാറുകയാണ് അല്ലേ? ഇപ്പൊ റീസെന്റ് ആണോ സ്വീഡനിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നത്? എങ്ങനെയാണ് അതൊന്ന് സൂചിപ്പിക്കാമോ? അതെ, ഒത്തിരി നാളായിട്ട് കുട്ടികൾ സ്വീഡനിൽ പോകുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഒരു മേജർ ഇൻടേക്ക് കുട്ടികൾ ഏറ്റവും കൂടുതൽ പോകുന്നത് ഒരു ഓഗസ്റ്റിലാണ് ഇവരുടെ ഒരു മേജർ ഇൻടേക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ടൈം എന്ന് പറയുന്നത് ഒരു ഒക്ടോബർ ടു ജനുവരി, അതായത് ഓഗസ്റ്റിൽ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒക്ടോബർ ടു ജനുവരി വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ 2025 ഓഗസ്റ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ 2025 ജനുവരിക്ക് ഉള്ളിൽ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ഒക്ടോബറിൽ ആപ്ലിക്കേഷൻ പ്രോസസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒക്ടോബർ തൊട്ട് ജനുവരി വരെ ഇൻ ബിറ്റ്വീൻ എപ്പോഴെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം സിലിക്കൺ വാലി ഓഫ് യൂറോപ്പ് എന്ന് അറിയപ്പെടുന്ന, അതല്ലെങ്കിൽ വളരെ PR ഫ്രണ്ട്ലി ആയ പെർമനന്റ് റെസിഡൻസിലേക്കൊക്കെ എത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടിയ മനോഹരമായ ഒരു രാജ്യമാണ് സ്വീഡൻ എന്നുള്ളത്. എന്ന് മാത്രമല്ല, ശ്രീദേവി സൂചിപ്പിച്ചതുപോലെ വലിയ എൻട്രി ക്രൈറ്റീരിയകളില്ലാത്ത ഒരു അവസരമാണ് സ്വീഡൻ നമ്മുടെ മുമ്പിൽ ഒരുക്കുന്നത്. അപ്പോൾ ഈ ഒരു രാജ്യത്തിലെ അവസരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ GB എഡ്യൂക്കേഷനുമായി കോൺടാക്റ്റ് ചെയ്യാം. GB എഡ്യൂക്കേഷൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയേക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള അവസരങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഓർക്കുക, കേരളത്തിലാകമാനം വിവിധ ജില്ലകളിൽ പ്രവർത്തനമുള്ള ഒരു സ്ഥാപനമാണ് GB എഡ്യൂക്കേഷൻ എന്നുള്ളത്. അപ്പം താല്പര്യമുള്ളവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.